2018 തന്നെ വന്ന ഈ പരാതി താരസംഘടനയുടെ മുന്നിലേക്ക് വന്നിട്ടും അത് ഒതുക്കി തീർക്കപ്പെട്ടു എന്ന് ദിവ്യ ഗോപിനാഥ് നടി ഇന്നും വന്ന് പറയുന്നത്. അന്ന് ആ ചിത്രത്തിൽ അഭിനയിച്ച ആഭാസം, സിനിമയുടെ പേര് പോലെ തന്നെ അതിൽ അങ്ങനെ തന്നെ ആ അർത്ഥം തന്നെ വരുന്ന നടപടിയാണ് അലൻസിയറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് അന്ന് അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചത്? അവർക്ക് അതിൽ കൃത്യമായി പരാതി കൊടുക്കാൻ കഴിഞ്ഞോ? അവരവിടെ ഒരു കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് ആവണമായിരുന്നോ? 2019 ഈ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം അതിൽ അപ്പോൾ തന്നെ ആക്ട് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരാതികളൊന്നും പിന്നീട് വരേണ്ടാത്ത അല്ലെങ്കിൽ പരാതികൾ ഉയരാത്ത ഒരു നല്ല സാഹചര്യം സൃഷ്ടിക്കാൻ പറ്റുമായിരുന്നല്ലോ. അതിനൊന്നും നിന്നില്ല എന്ന് മാത്രമല്ല, 4.5 കൊല്ലത്തിന് ശേഷം ഉണ്ണിസാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ RTA അനുസരിച്ചും ഒക്കെ പലതരത്തിലുള്ള പോരാട്ടത്തിലൂടെ ആ റിപ്പോർട്ട് വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞാൽ ഭാഗികമായുള്ള ഒരു വെളിച്ചം കാണലാണ് സംഭവിച്ചത്. അതിൽ ഒതുക്കേണ്ട ഭാഗങ്ങളെല്ലാം ഒതുക്കിയിട്ടുണ്ട്. സ്വകാര്യത സംരക്ഷിക്കണം, ഇരയുടെ ഒപ്പം വേട്ടക്കാരൻ്റെയും സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് എല്ലാം മറച്ചുവെച്ചു.